ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്ലവർ ബന്ന് റെസിപ്പി ആയിട്ടാണ്. നല്ല കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലവർ ബന്നാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ജാമിൻ്റെയൊക്കെ ഫില്ലിങ് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബന്നാണ്. അതിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് നമ്മളൊരു ഡോ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഡോ 2 മണിക്കൂർ മുന്നേ നമ്മൾ ആക്കി വെച്ചിട്ട് ഡബിളായിട്ട് വന്നിട്ടുള്ളതാണ്. ഇത് കുഴക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 കപ്പ് മൈദ, മെൽറ്റഡ് ബട്ടർ 1 ടേബിൾ സ്പൂൺ, ഷുഗർ 1/4 കപ്പ്, ഒരു മുട്ട, മിൽക്ക് 1/2 കപ്പ്, ഒരു ആവശ്യത്തിന് ഒരു നുള്ള് ഉപ്പ്, ഈസ്റ്റ് 1/4 ടീസ്പൂൺ, വാനില എസൻസ് 1/2 ടീസ്പൂൺ. ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഴച്ചെടുത്ത ഒരു ഡോ ആണ്. ഇത് ഡബിളായി കഴിഞ്ഞതിന് ശേഷം 2 മണിക്കൂറിന് ശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ ബോൾ ചെയ്ത് വെക്കുന്ന പോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നല്ലതായിട്ട് പരത്തിയെടുക്കാം. ചപ്പാത്തിയുടെ ഒരു അളവിലൊക്കെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ വെളിങ്ങനെ പരത്തിയിട്ട് ഇതുപോലെ റൗണ്ട് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ചെറിയൊരു അളവിൽ പരത്തിയെടുത്താലും മതി. നമ്മൾ കറക്റ്റ് അളവിൽ കിട്ടാൻ വേണ്ടി ഇതുപോലെ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻട്രലായിട്ട് നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലെ ജാമാണോ ഇഷ്ടമോ അത് നമുക്ക് 1 ടേബിൾ സ്പൂണായിട്ട് ഇതുപോലെ എല്ലാത്തിൻ്റെയും സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. സെൻറ്ററിൽ വെച്ചതിന് ശേഷം 4ആയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ കവർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല റോസായിട്ട് കിട്ടും. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഈസിയാണ് നമ്മൾ ചെയ്യാൻ. ഇത് ഒട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കാം. നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്തതിൻ്റെ സെൻട്രലായിട്ട് ജാം വെച്ചിട്ട് 4ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വര ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം ഓരോ ഭാഗത്തു നിന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ഫോൾഡ് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സെക്കൻഡ് ഫോൾഡ് ചെയ്യേണ്ടത്. അതിനുശേഷം മറ്റ് 2 ഭാഗവും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവർ നമുക്ക് ലഭിക്കും. അത് ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ബന്ന് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. ബാക്കിയുള്ള നമ്മൾ ഡോഗ് ഇതുപോലെ റെഡിയാക്കി എടുക്കാം, ഫ്ലവറാക്കി എടുക്കാം. എല്ലാം ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ ബേക്ക് ചെയ്യുന്ന ട്രേ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. ഓവനിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്യുന്ന ടൈം തന്നെ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ ട്രേയിൽ ഇത് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് എഗ്ഗ് വാഷ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വെളുത്ത എള്ളും കൂടി വിതറി കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി. എല്ലാം നമ്മൾ സെറ്റാക്കിയതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മൾ ട്രേ വെച്ച് കൊടുക്കാം. അതിനുശേഷം 15 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 15 മിനിറ്റാണ് സെറ്റ് ചെയ്തത്. പക്ഷേ 10 മിനിറ്റിനുള്ളിൽ നമ്മൾ ബന്ന് നല്ലപോലെ റെഡിയായി കിട്ടും. 15 മിനിറ്റ് ആയതുകൊണ്ട് നമ്മളെ അതിലുള്ളിൽ വെച്ച ഫില്ലിങ് ജാമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് വന്നിട്ടുണ്ട്. 10 മിനിറ്റാണ് ഇതിൻ്റെ കറക്റ്റ് അളവ്. 10 മിനിറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒന്നും ആവില്ല. നമ്മളെ കറക്റ്റ് ജാം അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഇതെല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. 15 മിനിറ്റ് വെച്ചുകൊണ്ട് ഇതുപോലെ കണ്ടോ, ഇതുപോലെ മെൽട്ടായിട്ട് നമ്മളെ ജാമൊക്കെ ഒന്ന് പുറത്ത് വന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് 10 മിനിറ്റ് വെച്ചതിന് ശേഷം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇത് നല്ല സെറ്റായിട്ടുള്ള നമ്മൾ ബന്ന് ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നത്. ടേക്ക് കെയർ ആൻഡ് ബൈ. അസ്സലാമു അലൈക്കും.